ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വളരെ ദുഃഖമുള്ളൊരു ദിവസം കൂടിയാണ്. വെച്ചാൽ പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ ജീവൻ പോയിരിക്കുകയാണ്. വെച്ചാൽ ലോറി അവരുടെ ഒരു പരീക്ഷ കഴിഞ്ഞ് പോയപ്പോൾ അവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറി ഉണ്ടായ ഒരു അപകടത്തിൽ. അപ്പോൾ എന്തായാലും ആ കുടുംബത്തോടുള്ള ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നഷ്ടം എന്തായാലും നഷ്ടം തന്നെയാണ്, ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ റോഡുകളിൽ നിരവധി അപകടങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ജീവനുകൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടായി. അതുപോലെ പല സ്ഥലങ്ങളിലുമായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടി തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ടൂ വീലറിലൊക്കെ പോകുമ്പോൾ ഈ വലിയ വണ്ടികൾ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേണം ഇനിയും ഒതുക്കി അടുത്ത വീട്ടിൽ അയ്യത്തൂടൊക്കെ കയറ്റി ഓടിച്ചാൽ രക്ഷയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും റോഡിനെയൊക്കെ കുറ്റം പറയുന്നുണ്ട്. മോശമായി കിടക്കുന്ന റോഡിനെ എന്തായാലും തീർച്ചയായും നമ്മൾ കുറ്റം പറയും. നല്ലതായിട്ട് കിടന്നാലും നമ്മൾ കുറ്റം പറയും. റോഡിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അപകടം ഒഴിവാകും. അപ്പോൾ ഞാൻ 100 പിടിച്ച് എത്രയും പെട്ടെന്ന് അവിടെ ചെന്നാലേ എനിക്ക് ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് കുഴപ്പം. നമ്മളെ ശ്രദ്ധയോടെ ഓടിച്ച് ഒരു അപകടം ഉണ്ടാവാതെ പോകാൻ പറ്റും. പ്രത്യേകിച്ച് കാറിലും വലിയ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന ഞാൻ ഫ്ലൈറ്റ് ഓടിക്കുന്നവരെയാണ് എന്നതാണ്. അപ്പോൾ അടുത്തൂടെ പോകുന്ന ചെറിയ വണ്ടികളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും നമ്മൾ പേടിച്ച് ഒതുക്കി നിർത്തുക അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. അതിപ്പം KSRTC ബസ്സാണെങ്കിലും ലോറിയാണെങ്കിലും കാറാണെങ്കിലും അവർ 100 പറക്കുന്നത്. അപ്പോഴാണ് ഈ അപകടം കൂടുന്നത്. അപ്പം എല്ലാവരും സേഫായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് ഇത്. റോഡ് എത്ര നല്ലതാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അപകടം ഉണ്ടാകും. എന്നിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല, പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധയോടെ ഓടിക്കുക. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും നല്ല ശ്രദ്ധ ഉണ്ടാവണം. കണ്ണ് റോഡിലായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് സ്കൂളിൽ വിടും, എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ പ്രതിഷേധമൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ ചാനലിൽ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആ നഷ്ടം ആ കുടുംബത്തിനാണ്, ആ 4 കുടുംബങ്ങൾക്കാണ്, അവരുടെ സ്വപ്നങ്ങൾക്കാണ് ഇപ്പോൾ നഷ്ടം വന്നിരിക്കുന്നത്. അവരുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എത്താണിയാവേണ്ടവർ ഇപ്പോൾ ജീവനറ്റ ശരീരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പം എന്താണ് പറയുക, നമുക്ക് കൊണ്ടൊന്നും പറയാനുള്ള ഒരു ഇത് വരുന്നില്ല. അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ മൊത്തമായി നമുക്ക് മാറ്റാൻ കഴിയില്ല, എന്നാലും നമുക്ക് ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളാൽ ശ്രമിച്ചാൽ നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്നതാണ് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക, സ്പീഡൊക്കെ കുറച്ച് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോട്ടെ.